ഈ സങ്കീർത്തനത്തിൽ എന്താ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് ബോധ്യമാകത്തില്ല. ഇത് വളരെ നമ്മൾ ഇബ്രാഹിം ലേഖനം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വിഷയമാണ്. ഞാനിത് നമ്മൾ കുറച്ച് ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാംസ് നമ്പർ 110 യഥാർത്ഥത്തിൽ ഇതൊരു മിശിഹൈക സങ്കീർത്തനമാണ്. യേശു കർത്താവിനെ പറ്റി പറയുന്നൊരു സങ്കീർത്തനമാണ്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 110 സങ്കീർത്തനം കുഞ്ഞുങ്ങളെല്ലാം വായിച്ചല്ലോ? വായിച്ചിട്ടുണ്ടോ അതിനു മുമ്പ്? ഇല്ല. വായിക്കുന്ന സങ്കീർത്തനം ഏതൊക്കെയാ? 91 വായിക്കാം. നേരത്തെ 91, 23 അല്ലേ? നമുക്ക് വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. സാംസ് 110 ആരും വായിക്കാറില്ല. കാര്യം അത് വായിച്ചാലും ഒന്നും മനസ്സിലാതെ. എന്തോ തുടങ്ങുന്ന വാക്യം എങ്ങനെയാ? വാക്യത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നു. എന്തോ ഈ പറയുന്നൊന്നും ഒരു പിടിയും നമുക്ക് കിട്ടത്തില്ല. യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്യെന്ന് പറയും. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആരാ? ദാവീദാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഈ വായിച്ചത്. ഈ സങ്കീർത്തനം യഥാർത്ഥത്തിൽ യേശു കർത്താവിൻ്റെ ദൈവത്വത്തെയും യേശു കർത്താവിൻ്റെ അധികാരത്തെയും അതുപോലെ യേശു കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തെ പുതിയ നിയമത്തിലെ പുതിയ നിയമ വിശ്വാസികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു അതിപ്രധാനമായ സങ്കീർത്തനമാണ് 110. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൽ പഴയ നിയമത്തെ അതിനകത്തു നിന്ന് പുതിയ നിയമവുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായിട്ടൊരു സങ്കീർത്തനമാണ് ഈ 110-ാമത്തെ സങ്കീർത്തനം. നമ്മൾ ഇന്നിവിടെ കടന്നു വരുമ്പോൾ നമ്മൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മളെ വിളിച്ച് നമ്മളെ കർത്താവിൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. ഇവൻ്റെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി കടന്നു വന്നവരാ. അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് യേശു കർത്താവിൻ്റെ ആ വലിപ്പം എന്താണെന്ന്, യേശു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ കുഞ്ഞുങ്ങളോട് പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ന്യൂ ടെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിരിക്കുന്ന സങ്കീർത്തനമാണ് 110-ാം സങ്കീർത്തനം. ഏതാ ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് ഏകദേശം ഒരു 25ഓളം പ്രാവശ്യം ഇതിനകത്തെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ പ്രസംഗത്തിൽ പെന്തക്കോസ്ത് നാൾ ഈ വിഷയം എടുത്ത് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഈ ഭാഗം വിശ്വസിച്ച് യേശു കർത്താവിൻ്റെ അധികാരത്തെ പറ്റി പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ 2 പ്രാവശ്യം ഈ ഭാഗം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം വളരെ വിശദമായ നിലയിൽ യേശു കർത്താവിനെ പറ്റി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. നമ്മൾ ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യം വരേണ്ട ഈ സങ്കീർത്തനത്തിൽ കൂടെ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ടോ? അവിടെ സ്വർഗത്തിലുള്ള സകലരും തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെച്ചുകൊണ്ട് മൂപ്പന്മാരും അവിടുത്തെ എല്ലാ ദൂതന്മാരും ദൂതസഞ്ചയവും അവനെ ആരാധിക്കുമ്പോൾ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നീ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ ആരാധിക്കുമ്പോൾ ഇന്ന് പൽക്കാലത്ത് നമുക്കും കടന്നു വന്ന് ദൈവസന്നിധി അവനെ ആരാധിക്കുന്നതിന്റെ കാരണം നമ്മുടെ കർത്താവ് ജയാളിയായി, ഇന്ന് രാവിലെ കേട്ടല്ലോ, ജയാളിയായി നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരും ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ സാധാരണ സങ്കീർത്തനം എഴുതി ആരാന്നാ പറയുന്നേ? ഡേവിഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ? പിന്നെ ആരും എഴുതിയിട്ടുണ്ട്? ആസാഫ് എഴുതിയിട്ടുണ്ട്. സൺസ് ഓഫ് കോരപുത്രന്മാർ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വേറെ വലിയവർക്കും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശലോമോൻ എഴുതിയിട്ടുണ്ട്. 90-ാം സങ്കീർത്തനം മോശ എഴുതിയെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? വായിച്ചിട്ടുണ്ടോ? അങ്ങനെ പല ആൾക്കാർ സങ്കീർത്തനം, അതുപോലെ ഒരു സങ്കീർത്തനം എഴുതിയ 2 പേരുണ്ട്. വായിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയി നോക്കി. സങ്കീർത്തനം 88, 89 സാംസ് എഴുതിയിരിക്കുന്ന ആൾക്കാരെ പിന്നെ എസ്രാഹ്യനായ ഹേമാൻ എന്നും പറഞ്ഞ്, അടുത്ത ഏതാൻ, 2-ാമത്തെ ആള് ഏതാൻ. ഓരോ സങ്കീർത്തനം മാത്രമേ എഴുതിയുള്ളൂ. ഞാൻ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓക്കെ. ആ 2 സങ്കീർത്തനം അവർ 2 പേരും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സങ്കീർത്തനത്തിന്റെ മേളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി പേരുകൾ വായിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് 110-ാം സങ്കീർത്തനത്തിൽ വലിയൊരു വെളിപ്പാട് പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയാ. സങ്കീർത്തനക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. വിഭ്രമഗീതം എന്ന് പറയുന്ന ചില സങ്കീർത്തനത്തെ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ പേരൊക്കെ വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനത്തിന്റെ മേളിലൊക്കെ എഴുതിയിരിക്കുന്ന വിഭ്രമഗീതം,
പിന്നെ 22-ാം സങ്കീർത്തനത്തിന്റെ മേളിൽ എഴുതിയിരിക്കുന്ന ഉഷസ്സിൽ മാൻപേട എന്ന രാഗം, സാംസ് നമ്പർ 22-ന്റെ ടോപ്പിൽ എഴുതിയിരിക്കുന്നത്. വേറൊന്നും എഴുതിയിരിക്കുന്ന സാരസ രാഗം, പിന്നെ മഹലത്ത് എന്ന രാഗം, മിണ്ടാത്ത പ്രാവ് എന്ന രാഗം, നശിപ്പിക്കരുത് എന്ന രാഗം എന്നൊക്കെ പറഞ്ഞ് ദാവീദ് ഓരോ സങ്കീർത്തനങ്ങൾ, നിങ്ങൾ ഇത് കേട്ടപ്പോൾ എൻ്റെ എന്താ ഈ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് ദാവീദ് തൻ്റെ കടന്നുപോയ അനുഭവങ്ങൾ, സങ്കീർത്തനക്കാർ തങ്ങൾ കടന്നുപോയ അനുഭവങ്ങളിൽ, തങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ദൈവാത്മ പ്രേരിതമായി എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ ഇങ്ങനെ കാണുന്നത്. എന്നാൽ നമുക്ക് ഞാൻ ഈ കടന്നു ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ, ഇന്നലെ നമ്മൾ കോട്ടേജ് മീറ്റിങ്ങിന് വായിച്ച സങ്കീർത്തനം ഏതായിരുന്നു? നിങ്ങളില്ലായിരുന്നു അല്ലേ? ഏത് സങ്കീർത്തനമായിരുന്നു? 91, സാംസ് നമ്പർ 91 നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? അതിനകത്ത് എന്താ പറഞ്ഞതെന്നറിയോ? സാംസ് 91, ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സങ്കീർത്തനക്കാരന്മാർ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് തുടങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ ആര് സംസാരിക്കും? ദൈവം സംസാരിക്കും. സങ്കീർത്തനം 91-ാം സങ്കീർത്തനം എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. 91-ാം സങ്കീർത്തനം അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീളിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ പറ്റി അവനുള്ള പ്രോമിസസ് ആണ് ആദ്യത്തെ ഭാഗങ്ങളെല്ലാം പറയുന്നത്. എന്നാൽ 8-9 വാക്യങ്ങൾ അങ്ങോട്ട് കടന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ അവസാന ഭാഗം വരുമ്പോൾ ഇങ്ങനെ ദൈവം തന്നെ സംസാരിക്കാൻ തുടങ്ങുക. ഇങ്ങനെ പറയുന്നത്, ഈ പറയുന്ന പ്രോമിസസ് ആർക്കുള്ളതാണ്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. പിന്നീട് അവസാനം മുഴുവൻ ആരാ സംസാരിക്കുന്നത്? ദൈവമാ സംസാരിക്കുന്നത്. ഇങ്ങനെ ദൈവം തന്നെ സംസാരിക്കുന്ന ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ ദൈവം ഏറ്റെടുക്കും. ഇങ്ങനെയുള്ള ഒത്തിരി സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം നമുക്ക് 2-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഞാനൊരു നിർണയം പ്രസ്താവിക്കും. ആര് പറയുന്നതാ? ദൈവം. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാ. ആര് പറയുന്ന? സാംസ് നമ്പർ 2 വേഴ്സ് 6 ഞാനൊരു നിർണയം പ്രസ്താവിക്കും. സങ്കീർത്തനക്കാരനല്ല പറയുന്നത്. ആരാ സംസാരിക്കുന്നത്? ദൈവം സങ്കീർത്തനക്കാരന്റെ നാവിലൂടെ സംസാരിക്കുക, ദൈവം അവരോട് സംസാരിക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയുന്നത് 2-7 പറയുമ്പോൾ, യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് ആര് പറഞ്ഞതാ? സങ്കീർത്തനക്കാരനിൽ കൂടെ ദൈവം ആ സങ്കീർത്തനക്കാരനിലൂടെ ഒരു പ്രോഫസി പറയുക. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഇബ്രാഹിം പഠിച്ചപ്പം ആ വേദഭാഗം പഠിച്ചതാ അല്ലേ? എപ്പോഴാ ജനിപ്പിച്ചെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ന് അറിയാൻ വേണ്ടിയാ. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് യേശു കർത്താവിനെ ജനിപ്പിച്ചു എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, എല്ലാം മറന്നുപോയി. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ പറയുന്നത്, ഏകജാതനായവൻ ആദ്യജാതനായത് എപ്പോഴാണെന്നറിയാവോ? ഏകജാതനായ പുത്രൻ ആദ്യജാതനായി. നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ ഇങ്ങനെ പറയാം, സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞാൽ ചുരുക്കം. ഇതാര് പറയുക? ദൈവം തൻ്റെ പുത്രനെ പറ്റി പറയുന്ന വാക്യങ്ങളാണ്. അതുപോലെ ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി സങ്കീർത്തനങ്ങൾ നമുക്ക് അറിയാവുന്ന 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞാണോ? ദൈവം പറയുന്ന വാക്ക, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യം 50-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, എന്റെ ജനമേ കേൾക്ക. ആരോട് പറയുന്നതാ? ദൈവം. സങ്കീർത്തനം പറഞ്ഞ് സങ്കീർത്തനക്കാരൻ എഴുതി ഇങ്ങോട്ട് താൻ സങ്കീർത്തനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആര് സംസാരിക്കാൻ തുടങ്ങും? ദൈവം സംസാരിക്കാൻ തുടങ്ങും. ദൈവസന്നിധിയിൽ ഇന്നലെ രാത്രി നമ്മൾ കേട്ടല്ലോ, എന്തോ പ്രാർത്ഥനയെ പറ്റി കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ സംസാരം നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, അത് കേൾക്കുന്നവരാണ്. ദൈവത്തിന്റെ വാക്ക് നമ്മളോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, നമ്മളോടുള്ള ദൈവത്തിന്റെ ഹിതം ദൈവം നമ്മളെ അറിയിക്കും. വചനം ധ്യാനിക്കുമ്പോൾ അതിനകത്തൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഇത് കേൾക്കും. സങ്കീർത്തനക്കാരന്മാർ ധ്യാനിക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സങ്കീർത്തനക്കാരന്മാർ പറയുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. അങ്ങനെ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവരതിനിടയ്ക്ക് എഴുതുന്നത്. അത് ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധിയിൽ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്താഴ് വരെ അളക്കും. ആര്? സങ്കീർത്തനക്കാരനെ കൊണ്ട് അളക്കാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആരാ അളക്കുന്നത്? ദൈവം പറയുക. സങ്കീർത്തനക്കാരൻ എഴുതി വരുമ്പോൾ, തന്റെ വേദനകൾ പറയുമ്പോൾ, തന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, സങ്കീർത്തനം എഴുതി വരുമ്പോൾ ഇടയ്ക്ക് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് 80, നമുക്കറിയാം, വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ് 82-ാമത്തെ സങ്കീർത്തനം. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. അതിനകത്ത് 81-ാമത്തെ സങ്കീർത്തനത്തില്, ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി,
അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ആര് പറഞ്ഞ? അവിടെ ദൈവം പറയുന്ന വാക്കുകളാ. അതുപോലെ പറയുന്നുണ്ട്, എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും, ഇസ്രായേലേ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ അർത്ഥം സങ്കീർത്തനം ദാവീദ് എഴുതി വെച്ചാന്ന് പറഞ്ഞിട്ടല്ല, അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 95 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ചില സങ്കീർത്തനങ്ങൾ മുഴുവൻ ദൈവം അങ്ങ് സംസാരിക്കുന്ന, ചില സങ്കീർത്തനങ്ങൾ മുഴുവൻ ദൈവം സംസാരിക്കുന്ന. 50 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി തൊട്ട് മുക്കാലും ദൈവം എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ സംസാരിച്ചല്ലേ 50 സങ്കീർത്തനം, സാംസ് നമ്പർ 50. അതിനകത്ത് ദൈവം എന്ത് ചെയ്യുക? മൊത്തം സഭയോട് സംസാരിക്കുക. എന്നാൽ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ കാര്യം 110 സങ്കീർത്തനം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. 110 സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനുവേണ്ടി ഞാൻ ഇത്തരം കാര്യം നിങ്ങൾ ഒത്തിരി ഭാഗങ്ങൾ വായിച്ചത് തന്നെ കാണാം. ഞാൻ ജസ്റ്റ് കുറെ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞതാ. അവിടങ്ങളിലെല്ലാം സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശബ്ദം താൻ കേൾക്കുകയാണ്. എന്നാൽ ഈ 110 സങ്കീർത്തനത്തിൽ എന്താ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എന്താ സങ്കീർത്തനക്കാരനോട് പറഞ്ഞിരിക്കുന്നത്? ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വയ്ക്കാൻ വേണ്ടിയാ. എന്താ പറയുന്നത്? 110 എങ്ങനെയാ പറയുന്നത്? ഞാൻ പറയാം, 2 പേര് സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ ഇരുന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 2 പേര് സംസാരിക്കുന്ന മൂന്നാമതൊരാൾ ഇരുന്ന് കേൾക്കുക. കേട്ട് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനും ക്രിസ്ത്യനും കൂടി ഇരുന്ന് സംസാരിക്കുക എന്ന് വിചാരിക്കുക. ഉടനെ ദീപ അവിടെ ഇരുന്നിട്ട് പറയുക, ക്രിസ്ത്യനോട് സഹിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയാന്ന് വിചാരിക്കുക. ഇതുപോലെ ദാവീദ് നമ്മൾ ഈ സങ്കീർത്തനം എഴുതിയാരാ? ദാവീദ് ധ്യാനിച്ചു കൊണ്ടിരിക്കുക, താൻ ദൈവസന്നിധി ധ്യാനിക്കുക. ഇനി ഒന്ന് വായിക്കുക ദാവീദ് ഇതെങ്ങനെയാ അന്ന് ഞാൻ പറഞ്ഞത് ചുരുക്കം ഇതാ. ദാവീദ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം നമ്മൾ ഇന്നലെ കേട്ടില്ലേ, ഒരു ശബ്ദം ഇങ്ങനെ ഇങ്ങോട്ട് പോയപ്പോ പിടിച്ചെടുത്തതുപോലെ ദാവീദ് ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭാഷണം ദാവീദ് കേൾക്കുക. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ്. ആരാണ്? പിതാവ് പുത്രനോട് സംസാരിക്കുക. പുത്രനെ നോക്കിയിട്ടാണ് ദാവീദ് എന്താ പറയുന്നത്? എങ്ങനെ വാക്യം ഒന്ന് വായിച്ചേ. മതി. യഹോവയുടെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ കുഞ്ഞുങ്ങളെ. മതി. ലോർഡ് സെഡ് ടു, ഇംഗ്ലീഷ് നിങ്ങളുടെ ബൈബിളിൽ ആദ്യത്തെ എല്ലാം എങ്ങനെ ലോർഡ് ക്യാപിറ്റൽ അല്ലേ എഴുതിയിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ ലോർഡോ ചില എങ്ങനെയാ? 2 ക്യാപിറ്റലാണ്. ശരിക്ക് ആദ്യത്തെ ലോർഡ് ക്യാപിറ്റലും നിങ്ങൾ കിങ് ജെയിംസ് വേർഷൻ കൊടുത്താൽ മതി. രണ്ടാമത്തെ ലോർഡ് സ്മോൾ ലോർഡ് എഴുതിയിരിക്കുന്നത്. അത് എബ്രായ ഭാഷയിൽ അവിടെ പറയുന്ന ഒന്നാമത്തെ ലോർഡ് എന്ന് പറഞ്ഞാൽ യാഹ്വേ, യഹോവയായ ദൈവം. രണ്ടാമത് അഡോണായി എന്ന് പറയുന്ന ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ദാവീദ് താൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭാഷണം തന്നെ ചെവി കേൾക്കുക. എന്താ കേൾക്കുന്ന അറിയാമോ? അത് പിതാവായ ദൈവം പുത്രനോട് സംസാരിക്കുക. അതായത് ദാവീദ് പറയാ, പുത്രൻ ആരാ? പുത്രൻ എന്റെ കർത്താവാണ്. പുത്രൻ ആരാണ്? എന്റെ കർത്താവാണ്. എങ്ങനെയാ ദാവീദിന് മനസ്സിലായ? ഒരു വാക്യം എടുത്ത് മർക്കോസിന്റെ സുവിശേഷം എന്നെടുത്ത്. ഇത് ഞാൻ പല ഭാഗത്തും ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വിഷയം പറയാൻ വേണ്ടിയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തില്, മർക്കോസിന്റെ സുവിശേഷം 12-ന്റെ അതിന്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ അയച്ചു വായിച്ചു. കുഞ്ഞുങ്ങൾ എല്ലായിടത്തും വായിച്ച് നോക്കിക്കോണം, വായിക്കാൻ സമയമില്ല. കർത്താവിന് സമയം കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് 12-ന്റെ ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ശ്രദ്ധിച്ച്, ദാവീദ് എങ്ങനെ പറഞ്ഞെന്നാ പറയുന്നേ? ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ദാവീദ് എങ്ങനെ പറയുന്നു? പരിശുദ്ധാത്മാവിലായി. താൻ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ പരിശുദ്ധാത്മാവിലായി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ സങ്കീർത്തനങ്ങളിൽ എങ്ങനെ സങ്കീർത്തനക്കാരൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരനോട് ദൈവം സംസാരിച്ച് താൻ എഴുതി വെച്ചു. എന്റെ ജനമേ കേൾക്ക, നീ നിങ്ങളുടെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ നിന്നെ നിറയ്ക്കാമെന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു കാര്യം കാണുക. സങ്കീർത്തനക്കാരൻ ആത്മാവിലായിട്ട് താൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, ആത്മമണ്ഡലത്തിൽ അവൻ സ്വർഗത്തിലേക്ക് കരേറി ചെന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന ശബ്ദം അവൻ കേൾക്കുകയാണ്. അവിടെ കേട്ട ശബ്ദം ഞാൻ പറയാം, ഇന്ന് പൽക്കാലം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനപരമായ മർമ്മമാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയത്. എന്താ വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? താൻ കേട്ടപ്പോൾ പിതാവ് പുത്രനോട് പറയുക, എന്താ പറഞ്ഞെന്നറിയാമോ? നീ എന്റെ പുത്രൻ, ഇന്ന് എങ്ങനെയാ വാക്യം വായിച്ചേ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ദാവീദ് ഇങ്ങനെ കേട്ടു.
ഇതാരോട് പറയുക? ഈ ശബ്ദം ആരോട് പറയുക? താൻ ആത്മാവിലായി, താൻ പരിശുദ്ധാത്മാവിലായിട്ട് നിൽക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുക. തനിക്കൊരു കാര്യം മനസ്സിലായി, പിതാവായ ദൈവം പുത്രനോട് സംസാരിക്കുക, യാഹ്വേ അഡോണായിയോട് സംസാരിക്കുക. ഈ വാക്ക് ഇന്നുപോലെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്തെ ആത്മീയ മർമ്മം എന്നാണെന്നറിയാമോ? ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ നടക്കുന്ന ചില സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നടക്കുന്ന ചില സംസാരങ്ങൾ കേൾക്കാൻ പറ്റും. ഞാനിപ്പോ എന്താ വെച്ചാൽ സ്വർഗത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കർത്താവിനെ എന്താക്കി വെച്ചേക്കെന്നാ പറയുന്നത്? അവൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു പുരോഹിതനാക്കി. ഇന്ന് പകൽ, ഞാൻ അത് എബ്രാഹിം പഠിപ്പിച്ച ആ വിഷയം പറഞ്ഞതാ. ഇന്ന് പകൽ നമുക്ക് വേണ്ടി പൗരോഹിത്യം വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആര് നമുക്ക് വേണ്ടിയുണ്ട്? കർത്താവ് നമുക്കുണ്ട്. അവൻ പിതാവിനോട് പക്ഷപാതം ചെയ്യുകയാണ്. ഞാൻ പറയാം, ഇന്ന് പൽക്കാലം ഒരു കാര്യം പറയാം, വിശ്വാസത്തോടെ ദൈവസന്നിധിയിലിരുന്ന് ആത്മാവിലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശബ്ദം പിടിച്ചെടുക്കാൻ പറ്റണം. ഹല്ലേലൂയ. ഒരു ദൈവമകന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ദാവീദ്, എന്നുവെച്ചാ ദാവീദിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ശുശ്രൂഷ. ദാവീദിന് മാത്രമല്ല ശുശ്രൂഷ, അത് ആത്മാവിലായവൻ പറഞ്ഞത് സ്വർഗത്തിൽ കേട്ട ശബ്ദമാ. ഇന്ന് പൽക്കാൽ നിന്നെ പറ്റി ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് പിശാചു വാദിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, അവിടെ ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ഇന്ന് പൽക്കാലം അത് കേൾക്കാൻ ചെവിയുള്ളവരെ പോലെ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം, ഇത് നമ്മൾ നിൽക്കുന്ന നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇന്ന് വെക്കാൻ നമ്മൾ നിൽക്കുന്ന കഴിവുകൊണ്ടല്ല. പുത്രൻ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവൻ വീണുപോകേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ ഞാൻ അവനെ കരം പിടിച്ചതാ. ഹല്ലേലൂയ. പിശാച് കുറ്റം പിടിച്ച സ്ഥാനത്ത് നീ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവന്റെ സൗണ്ട് നിനക്ക് കേൾക്കാം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആത്മാവിലായിട്ട് അവൻ കേൾക്കുകയാണ്. ഈ ഒരു വാക്യം ഞാനത് പറയാൻ വേണ്ടിയാ. എന്ത് ചെയ്യുന്നു? യാഹ്വേ അഡോണായിയോട് സംസാരിച്ച ഈ വാക്ക് 5 ഭാഗത്ത് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് ഇതെടുത്ത് എന്തിനാ പറഞ്ഞതെന്നറിയാവോ? അത് വലിയൊരു മർമ്മമാ. ശാസ്ത്രിമാർ വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞു? ശാസ്ത്രിമാർ എന്താ വന്ന് പറഞ്ഞതെന്നറിയാവോ? അവൻ ദാവീദിന്റെ പുത്രനാണ്. നമ്മളും കേട്ടിട്ടുണ്ട് ദാവീദ് പുത്രകാരന് തോന്നണമേ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ അവരെ സംബന്ധിച്ച് ഇവൻ ദാവീദിന്റെ സന്തതി ജനിച്ച പുത്രൻ എന്നുള്ളൊരു നിലയിൽ അവന്റെ മനുഷ്യത്വം മാത്രം പറയുന്ന നിലയിൽ വന്നപ്പോൾ യേശു കർത്താവ് എന്താണെന്നറിയാവോ? ഒരു വലിയൊരു മർമ്മം അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നാൽ പിന്നെ ഇവന്മാരെ പഠിപ്പിക്കണേ ഞാൻ എപ്പോഴും പറഞ്ഞു, എബ്രാഹിം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, ഇവരെ പഠിപ്പിക്കണമെങ്കിൽ എവിടുന്ന് വോട്ട് ചെയ്യണം? ഇവരുടെ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തു? നേരെ യേശു കർത്താവ് ഈ വാക്യം കോട്ട് ചെയ്തിട്ട് ചോദിക്കുക, ഇവിടെ ദാവീദ് എന്താ പറഞ്ഞത്? എന്റെ കർത്താവ്. ഒന്നുകൂടെ പോലെ ഇംഗ്ലീഷ് ആ വാക്യം വായിച്ചേ. ലോർഡ് സെഡ് ടു മൈ ലോർഡ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്റെ കർത്താവിനോട്. ആരാ എന്റെ കർത്താവ് എന്ന് വിളിച്ചേ? ദാവീദ്. ദാവീദ് സ്വർഗത്തിലെ കേട്ട ശബ്ദം കേട്ടിട്ട് താന് ഈ സങ്കീർത്തനം എഴുതിയപ്പോ എഴുതുകയാണ്, ഹല്ലേലൂയ, ലോർഡ് സെഡ് ടു മൈ ലോർഡ്. ഹല്ലേലൂയ. യാഹ്വേ, ആ സ്വർഗത്തിലെ പിതാവായ ദൈവം പുത്രനോട് സംസാരിക്കുന്നത് താൻ കേൾക്കുകയാണ്. കേട്ടിട്ട് താൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇന്ന് ഞാൻ എന്റെ യഹോവയുടെ കർത്താവ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക. ഈ കേട്ടതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പകൽ ഞാൻ പറയാം, ഇവിടെ യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ അവരോട് പറയുക, എന്നിട്ട് ചോദ്യം ചോദിക്കുക. എന്നൊക്കെ അവിടെ വായിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചപ്പോൾ അതിന്റെ 12:37 അവരോട് ഈ വാക്യം കോട്ട് ചെയ്തിട്ട് യേശു കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. അതാ 37 വാക്യം വായിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചോ, വേഴ്സ് 37 ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ചേ, യേശു കർത്താവ് എന്താ ഇവരുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ടൊരു കാര്യം പറയാം. എന്താ പറഞ്ഞേക്കുന്നേ? മലയാളത്തിൽ ഒന്ന് വായിച്ചു വെച്ചാ, ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ, പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? ഇവരുടെ ചിന്ത ദാവീദിന്റെ സന്തതിയായി ജനിച്ചൊരു കർത്താവിനെ പറ്റി അവർക്കറിയാം. അവര് പറയാ, അങ്ങനെ ആകുമ്പോൾ ദാവീദിന്റെ സന്തതിയായിട്ടാ മശിഹ വരുന്നത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇവരൊരു കാര്യം ചോദിക്കുക, അങ്ങനാണെങ്കിൽ ദാവീദ് ഇവനെ എന്തോ വിളിക്കുന്ന ചോദിച്ചേ? കർത്താവ് എന്ന് വിളിക്കാം. ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദാവീദിന്റെ സന്തതിയാണെങ്കിൽ അപ്പന്മാര് മക്കളെ ലോഡെന്ന് വിളിക്കത്തില്ല. അപ്പന്മാര് മക്കളെ എന്ത് ചെയ്യത്തില്ല? ലോഡെന്ന് വിളിക്കത്തില്ല. ഇവിടെ സങ്കീർത്തനക്കാർ യേശു കർത്താവ് ഈ വാക്യം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ദാവീദ് എന്ത് ചെയ്തു? മൈ ലോഡെന്ന് ആരെ വിളിച്ചേക്കുക? ഇതിനി ഈ മൈലോഡ് എന്ന് വെച്ചാൽ വേറെ വല്ലവരും ആണോ? ഇനി ഞാൻ സഹിച്ചാൻ പറഞ്ഞപ്പോ ഇനി മൈലോഡ്. എബ്രാഹിം കർത്താവ്
പുത്രനോടോ. നിങ്ങൾ സഭയിൽ അതിൽ വായിക്കുക, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിലെ ഭാഗം കോട്ട് ചെയ്തിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിലെ വാക്യം കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആരോട് പറയുന്നതാ? പുത്രനോട് സംസാരിക്കുക. എബ്രായ ലേഖനം 1-ാം അധ്യായം യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് മാത്രമല്ല, അവന്റെ ഡയറ്റി, അവന്റെ ദൈവത്വത്തെ വിശദീകരിക്കുന്ന ഭാഗമാണ് 1-ാം അധ്യായം. അവിടെ ഈ സങ്കീർത്തനത്തിലെ വാക്യം കൊടുത്തിട്ട് ഈ മയിലോടെന്ന് പറയുന്നത് പോലെ പുത്രനോടോ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് കൊട്ടേഷൻസ് കൊടുക്കുക. ഇതുപോലെ കാലം ദാവീദ് എന്താണെന്നറിയോ, യേശു കർത്താവ് ഇവിടെ നിന്ന് അവരുടെ ചോദ്യങ്ങളെ ഒറ്റ ചോദ്യം സങ്കീർത്തനത്തിലെ വാക്യം എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ചിട്ട് പറയുക, അല്ലെ അവനെ പുത്രൻ എന്നെങ്ങനെ വിളിക്കാൻ പറ്റും? ഈ 110 ഞാൻ പറഞ്ഞ കാര്യം, 110 സങ്കീർത്തനം പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഒരു ജോയിന്റ് പോയിന്റ്. അവിടാണ് നമ്മൾ കാണുന്നത് മെൽക്കിസദേക്കിനെ പറ്റി കാണുന്നത്. അവിടെയാണ് പുതിയൊരു പുതിയ നിയമത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എബ്രായ ലേഖന കർത്താവിനോട് ചോദിച്ചാൽ പറയും, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഇവൻ പുരോഹിതനെന്ന് 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എടുത്തു പറയുന്നുണ്ട്. പുതിയ വേറൊരു ഭാഗത്തും ഇല്ല മെൽക്കിസദേക്കിനെ പറ്റി. ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഓരോ ഭാഗങ്ങളും ഇത് യേശു കർത്താവിനെ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതെന്ന് പറയാം. 1-ാം വാക്യത്തിൽ പറയുക, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാനോ ഞാൻ അധികാരം കൊടുക്കുകയാണ്. എങ്ങനെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം? നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കും, ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ കരേറി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. അവന്റെ വലതുഭാഗത്ത് ഇരുന്നിട്ട് പിതാവ് എന്താ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ പറയുക, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാ, ഇതേ വാക്യങ്ങൾ എടുത്തിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്, അധികാരമുള്ളവനായിട്ടുള്ള ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം എന്നറിയോ? ശത്രുക്കളെ, യേശു കർത്താവ് ശത്രുക്കളെ തോൽപ്പിച്ചു. താൻ ക്രൂശിൽ പാപത്തെയും മരണത്തെയും പിശാചിനെയും തോൽപ്പിച്ചിട്ട് താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു, നീ വന്ന് എന്റെ വലതു ഭാഗത്തിരിക്കെ. ഞാൻ പറഞ്ഞായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് അവിടെ എപ്പോഴാണ് ഈ വലതുഭാഗത്ത് ഇരുന്നത്? എനിക്ക് നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പം ബൈബിൾ ക്ലാസ്സിന് വരാത്തതുകൊണ്ട് പലരും ഇങ്ങനെ വെള്ളം വിഴുങ്ങിയോ ഇരിക്കുക, എന്താ ഈ പറഞ്ഞു വരുന്നെന്ന്. ഒരു വാക്യം എടുത്തോ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം. 32-33 ഒന്ന് വായിച്ചു വെച്ചാൽ. ഇത് ഞാൻ പലപ്പോഴും പറയുന്നത്, എന്നാലും ദൈവം ഇത് നോട്ട് എഴുതി വെച്ചിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ. ഞാനൊരു കാര്യം പണ്ട് പറഞ്ഞ് നിങ്ങൾ ഓർത്തിരിക്കുക, അച്ഛാ ഇതൊക്കെ അച്ഛനും വല്ലോ ഇങ്ങനെ വീശെന്ന് പറഞ്ഞാൽ വീഴുന്ന കാര്യമോ വല്ല വണ്ടി കിട്ടുന്ന കാര്യം വല്ലതും പറയാനുണ്ടേ? അതൊന്നും ഇവിടെ പറയാനില്ല. പൗലോ എബ്രായ ലേഖന വിശ്വാസികൾക്ക് എഴുതിയതാ. ഇവനെക്കുറിച്ച് ഞങ്ങൾക്ക് പലതും പറയാനുള്ളത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് കുഴായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ആരാ പറഞ്ഞത്? ലേഖനകർത്താവോട് പറയുക. കാര്യം അവരെ നോക്കിയിട്ടാ പറയുന്നത്. നിങ്ങൾ ആത്മീയമായി പക്വതയിലേക്ക് വളരണമെങ്കിൽ വചനം പഠിക്കണം, വചനം മനസ്സിലാക്കണം. കർത്താവ് നമുക്ക് ആരാന്ന് മനസ്സിലാക്കണം. അവൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായിട്ട് എന്താണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനാ മുറിയില്, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നമ്മളെ പറ്റി പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇതാ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അച്ഛാ വാക്യം ഒന്ന് വായിച്ചത്, പെട്ടെന്ന് വായിച്ചു. 32-33. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, ഇവിടെ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത വാക്യം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ എഴുതിയിരിക്കുക. ഇവിടെ ഒരു വേദഭാഗം പറയുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വലതുഭാഗത്തിരുത്തിയപ്പോൾ എന്താ ഇവിടെ ഈ ഭാഗത്ത് വായിക്കുന്നത്? നമ്മൾ ഈ വാഗ്ദത്തം നിവർത്തിച്ചിരിക്കുക. അപ്പോഴാ പുത്രനെ ജനിപ്പിച്ചെന്ന് പറയുന്നത്, അപ്പോഴാ പുത്രൻ വലതുഭാഗത്ത് ഇരുന്നെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഏകജാതനെ ആദ്യജാതനാക്കി ഉയർത്തി വലതുഭാഗത്ത് ഇരുത്തിയിട്ട് നമ്മൾ ഈ 110-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എന്തോ? നീ എന്റെ വലതുഭാഗം, ശത്രുക്കൾ നിന്റെ പാദപീഠമാകുമ്പോൾ നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു? എന്റെ വലതുഭാഗത്തിരിക്കുക. പാപത്തെയും രോഗത്തെയും ശാപത്തെയും പിശാചിനെയും ക്രൂശന്മേൽ തോൽപ്പിച്ചിട്ട് അവൻ അധികാരത്തോടെ സ്വർഗത്തിൽ കരയേറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. എന്നിട്ടൊരു വാക്കുകൂടെ പറയുന്നത്, അതാ ഞാൻ പറയാൻ വന്നത്. ശത്രുക്കളെ ഇനി എന്ത് ചെയ്യണം? പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ ആർക്കാണ് ഈ അധികാരം തന്നിരിക്കുന്നത്? ഞാനത് പറയാൻ വേണ്ടിയ. യേശു കർത്താവ് ഇതിനെ ജയിച്ചു. പാപത്തെ ജയിച്ചെങ്കിൽ ഇപ്പൊ പാപമുണ്ടോ?
രോഗത്തെ ജയിച്ചെങ്കിൽ രോഗമുണ്ടോ? പിശാചിനെ ജയിച്ചെങ്കിൽ പിശാചുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. യേശു കർത്താവ് ഇതിനുമെല്ലാം ജയാളിയായി നമ്മൾ പറയുന്നു. ഇപ്പോഴും ഉണ്ടോ? ഇതിനെ പരിപൂർണമായി ജയിക്കുന്ന ഒരു കാലം ഇനി വരാനുണ്ട്. പാപത്തിന്റെ ശക്തിയെ, മരണത്തിന്റെ ശക്തിയെ. അതുകൊണ്ട് നമ്മളെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. കാര്യം സകലത്തെയും ജയാളിയാക്കിയ ഒരു കർത്താവുണ്ട്. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഇത് സകലതും അവസാനിക്കുന്ന, പിശാചിനെയും തീപ്പൊയ്യിൽ തള്ളിയിടുന്ന ഒരു അവസരമുണ്ട്. അതുവരെ ഇവന്റെ ചെറിയ നമ്മൾ നടമഴ പറഞ്ഞ് ഞൊളപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഞൊളയ്ക്കുന്ന പരിപാടി. അതിനെ ജയിക്കാൻ ആരെയാ ഏൽപ്പിച്ചേക്കെന്നറിയാവോ? വേറെ കാര്യം കൊടുത്തു, നമ്മളെ ഏൽപ്പിച്ചേക്കെന്ന് പറ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തള്ളപ്പൂച്ച, ഒരു കൊച്ചു എലിയെ കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചുപൂച്ച പഠിപ്പിക്കുമ്പം അതിനെ ഒറ്റ അടിക്കാൻ തല വെക്കും. ഇനി വാല് കിടന്നിങ്ങനെ ആടും. ആടും കൊച്ചുപൂച്ച പഠിക്കുന്നതിന് ഇതിന്റെ വാല ഇങ്ങനെ പോയി തട്ടിയിട്ട. ഇതുപോലെ നമ്മൾ കർത്താവ് ജയാളിയായി. ഒരു കാര്യം അറിയാം, ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രെയിനിങ് പീരീഡ് ആണ്. നമ്മളെ ട്രെയിനിങ് പീരീഡിൽ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ദൈവത്തിനകത്ത് പറയാ. നിങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരും. ഞാൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു, 110-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. അവിടെ അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും. 2-ാം വാക്യത്തിൽ വായിച്ചു വെച്ചാ 110-2. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന്. അവന് യഹൂദരിൽ ഒരുത്തനായിട്ട് വന്ന് താൻ ജയാളിയായെങ്കിലും അധികാരം സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ സിയോനിൽ നിന്ന് എന്ത് ചെയ്യാന്നറിയാമോ? ഈ ചെങ്കോൽ, ബലമുള്ള ചെങ്കോൽ നീട്ടുകയാണ്. നീട്ടിട്ട് അങ്ങോട്ടേലും വായിക്കുന്നേ, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ഇവിടെ കുറെ ആൾക്കാരെ പറ്റി പറയാ. ആരാ പറഞ്ഞേ? നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കും. വിശുദ്ധ. ഇവിടെ ഈ പറയുന്നതെല്ലാം പോയിറ്റിക്കൽ ടൈംസിലാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയാ ഈ ദൈവത്തിന്റെ അധികാരത്തിന്റെ ഇവിടെ വലതുഭാഗത്ത് ഇരുത്തി ശത്രുക്കളെ പാതപിടമാക്കുവോളം ഇരുത്തിയതിന് ശേഷം ബലമുള്ള ചെങ്കോൽ സിയോനിൽ നിന്ന് ജാതികളിലേക്ക് നീട്ടി. സിയോനിനകത്ത് നിൽക്കുകയല്ല, ജാതികളിലേക്ക് നീക്കിയിട്ട് പറയുകയാണ്, ഒരു കൂട്ടം ജനമുണ്ട്, അവര് വോളണ്ടിയർ ചെയ്യുന്നവരാ, സ്വമേധാ ദാനത്തോടെ. ആ വാക്യം എങ്ങനെയാ വായിക്കുന്നത്? ഇംഗ്ലീഷ് എങ്ങനെ ഇരിക്കുന്ന? വോളണ്ടിയർ പീപ്പിൾ. നമ്മള് ഈ യുദ്ധത്തിന് പോകുമ്പോൾ മേഷനറീസ് ഉണ്ട്, കാശ് കൊടുത്ത് യുദ്ധത്തിന് പോകുന്നവർ. ഇവിടെ സേനാ ദിവസത്തിൽ ശ്രദ്ധിച്ചു നോക്കിയ വാക്യം, 3-ാം വാക്യം, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്കെന്തായിരിക്കുന്നു? സ്വമേധാ ദാനമായിരിക്കുന്നു. സ്വമേധാ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, വിൽഫുള്ളി, വോളണ്ടറിലി. ഹല്ലേലൂയ, ഈ ചെങ്കോല് നീട്ടുന്നവന്റെ ഹല്ലേലൂയ ആ സേനാ ദിവസത്തിൽ അധികാരമെടുത്ത് ഉപയോഗിക്കുവാൻ ഒരു സൈന്യം ഇറങ്ങി വന്നിരിക്കുക. കാര്യം ശത്രുക്കളെ പാറപിടമാക്കുവോളം വലതുഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ ദൈവം ആ ചെങ്കോൽ സിയോനിൽ നിന്ന് നീട്ടി തന്റെ ജനം ഈ സേനാ ദിവസം, യുദ്ധം വരുന്ന ദിവസങ്ങളിൽ അവൻ എന്ത് ചെയ്യണം? വിൽഫുള്ളി ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയാം. എന്നിട്ട് എങ്ങനെ എടുക്കണം? വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ, സ്വമേധാ ദാനത്തോടെ. ഞാൻ പറഞ്ഞ മേഷനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് യുദ്ധത്തിന് പോകുന്നതാ. ആ ഗണത്തിൽപ്പെട്ടവരല്ല നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധി കടന്നു വരുമ്പോൾ മേഷനറീസ് അല്ല നമ്മൾ സ്വമേധാ കർത്താവിന് വേണ്ടി അധികാരത്തിന്റെ ചെങ്കോൽ എടുക്കുന്ന ദൈവമക്കളാ നമ്മള്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നീട്ടിയ ചെങ്കോൽ. ഇന്ന് നമ്മൾ പേടിച്ച് പിന്മാറുന്നവരല്ല. നമ്മളൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അയ്യോ പാസ്റ്ററേ, അയ്യോ പ്രോഫറ്റെ എന്ന് പറഞ്ഞ് ഓടുന്നവരല്ല. നിനക്ക് ലഭിച്ച അധികാരത്തിന്റെ ആ ചെങ്കോൽ എടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് എന്ന് പറയണം, ശത്രുക്കളെ പാദപീഠമാക്കിയ ഒരുവനുണ്ട്, അധികാരം എന്റെ മേൽ പകർന്നിട്ടുണ്ട്, ഞാൻ സ്വമേധയായി വിൽഫുള്ളി ഞാൻ അതിനുവേണ്ടി പോരാടും. ഇവിടെ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് പറയും, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ, ഹോളി, വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം ജനത്തെ. എന്നിട്ട് അവരെ നോക്കിയിട്ട് പറയാ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സങ്കീർത്തനം മുഴുവൻ യേശു കർത്താവിന്റെ ഹീസ് എ കിങ്, ഹീസ് എ പ്രീസ്റ്റ്, ഹീസ് എ ജഡ്ജ്. അവസാനം ന്യായാധിപനായിട്ട് ഭൂമിയിലേക്ക് വരുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന ശുശ്രൂഷകളുടെ മുഴുവൻ വിവരണവും ഈ സങ്കീർത്തനത്തിലുണ്ട്. ഇന്നുപോലെ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇന്നുപോലെ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പലതും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അച്ഛാ ദൈവത്തെ സ്തുതിക്കാമെന്നല്ല, അറിഞ്ഞ നിലയിൽ ദൈവത്തെ നീ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഒന്ന് നമുക്കറിയാം. ഞാൻ ഇന്ന് പറഞ്ഞ തിയോളജി ഒന്നും കൂടി പോകാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ പറ്റും. ആത്മാവിലായ ദാവീദ് കേട്ടെങ്കിൽ ഇന്ന് പോയിക്കാൽ നമുക്കും കേൾക്കാൻ പറ്റും. നമുക്കും ദൈവസന്നിധിയിൽ വന്നിട്ട് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പോയിക്കാലം ആരാധന എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ കടന്നു വന്നിട്ട് സ്വർഗത്തിൽ അവർ ചെയ്തതുപോലെ അവരുടെ എല്ലാ അധികാരങ്ങളും മാറ്റിവെച്ചു. എപ്പോഴും ഈ അധികാരം മാറ്റി വെക്കുന്നറിയാമോ? ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ പറ്റും ഞാൻ ഒന്നുമല്ല, ഈ പിശാചി എന്ന് എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞു ഒപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. ഇന്ന് പലക്കാലം അവനെല്ലാം മഹത്വം കൊടുക്കുവാനാണ് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയത്. അത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനം കർത്താവിൻ്റെ ദാസനുണ്ട്. സമയമെല്ലാം ക്രമീകരിക്കണമല്ലോ. ഇന്ന് പകല് ദൈവത്തിന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആ അവസാനത്തേക്ക് വരുമ്പോൾ ഈ താഴോട്ട് പറയുന്ന വാക്യങ്ങളൊക്കെ ശവങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്നൊക്കെ പറയുന്നത് അത് ജയാളിയായ ഒരു രാജാവിനെ സൂചിപ്പിക്കുന്ന പോയറ്റിക്കൽ ഭാഷയാണ്. ഇന്ന് പോയറ്റിക്കലായിട്ട് അവിടെ എഴുതിയിരിക്കുക. ഇന്ന് പലക്കാലം ഞാൻ പറയാം, നമ്മുടെ കർത്താവ് ജയാളിയാണ്. ഹല്ലേലൂയ. അവൻ ശത്രുവിനെ പാദപീഠമാക്കുന്ന ഒരു അവസരമുണ്ട്. അവൻ രണ്ടാമത് വന്ന് സകല ജാതികളെയും കീഴടക്കി രാജാവായി എപ്പോ വരെ നിൽക്കാനാ പറഞ്ഞത്? ശത്രുക്കളെ പാദപീഠമാക്കുന്നത് വരെ. ഇനി ഒരു കാലം വരുന്നു, രാജാവായി കർത്താവായി അവൻ ഈ ഭൂമിയിൽ വാഴുന്ന ഒരു അവസരം വരുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? തിരുവചനം പറയുന്നത് സത്യമതാണ്. നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടികളായിട്ട് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം പറയാം, കർത്താവേ എനിക്കറിയത്തില്ല എല്ലാം അപ്പാ, എങ്കിലും ഒന്ന് ഞാൻ അറിയുന്നു, ഹല്ലേലൂയ എനിക്ക് വേണ്ടി സകലതും നിവർത്തിച്ചൊരു കർത്താവ്. ഇന്ന് പോലെ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് പറയട്ടെ, ടെറ്റലസ്റ്റാഹി എന്ന് പറയുമ്പോൾ സകലതും എനിക്ക് വേണ്ടി നിവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കൊന്നുമില്ലല്ലോ എന്നല്ല, പ്രവർത്തിച്ച കർത്താവ് ക്രൂശിൽ കയറിയിട്ട് പറയുകയാണ്, ഞാൻ ഇനി അവിടെ ഇരിക്കുക, അധികാരം എൻ്റെ മക്കൾക്ക് കൊടുത്തു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ചെങ്കോല് നിങ്ങളുടെ മേൽ നീട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി കടന്നു ചെല്ലുവീൻ, നിങ്ങൾ ഇനി കടന്നു പോകുവീൻ, നിങ്ങളിലൂടെ ആ രാജ്യം സ്ഥാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഭാഗമാക്കാം നമ്മൾ. കരം കൊടുത്തു, ഞാൻ പേടിക്കേണ്ട വ്യക്തിയല്ലെന്ന് പറ. ഹല്ലേലൂയ. സേനാ ദിവസത്തിലൊന്നും ഞാൻ പേടിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. ഞാൻ വില്ലിംഗ്ലി ഞാൻ ഇറങ്ങും. കാര്യം അധികാരം അവന്റെ ചെങ്കോലിന്റെ അധികാരമാ ഞാൻ എടുത്തുപയോഗിക്കുന്നത്. അവന്റെ അധികാരമാ ഞാൻ എടുത്തുപയോഗിക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ന് പലക്കാലം നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ. എല്ലാവർക്കും